ഈ കുട്ടികളൊക്കെ കൂടുതൽ മുട്ടായിയൊക്കെ തിന്നുന്ന കുട്ടികളുടെ പല്ല് കേടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ മുട്ടായിയോടെ പറ്റി പിടിച്ചിട്ടൊന്നുമല്ല, അത് ദഹിപ്പിക്കാൻ ആവശ്യമായ കാൽസ്യം ശരീരത്തിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ പ്രാണൻ അറിയാം എല്ലും നിർത്ത അപകടമാണ്. അപ്പോൾ എടുക്കാൻ വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റുന്ന പല്ലിനാണ്. അതുകൊണ്ട് പല്ലെടുക്കും, പല്ലിന്നെടുക്കും. ഞാൻ കേട്ടിട്ടുള്ളത് 2 വെളുത്ത കൊടും വിഷങ്ങളാണ് പഞ്ചസാരയും ഇംഗ്ലീഷ് ഗുളികകളും എന്നാണ്. അതിൽ എന്തുമാത്രം വാസ്തവമുണ്ട്? പഞ്ചസാര വെളുത്ത വിഷം തന്നെയാണ് പറയുന്നത്. പഞ്ചസാര ഈ ടേസ്റ്റ് കൊണ്ട് അല്ലാതെ ഉണ്ട്. കരിമ്പ് നല്ലതാണ്, രാസപ്രവർത്തനങ്ങളിലൂടെയാണ്, മാറ്റത്തിലൂടെയാണ് പഞ്ചസാരയാക്കി എടുക്കുന്നത്. അതിനകത്ത് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്നെ ഈ സൾഫർ ഡയോക്സൈഡ് പോലത്തെ ചില വിഷവാതകങ്ങൾ കയറ്റിവിട്ടാണ് വെളുപ്പിക്കുന്നത്. പഞ്ചസാര ദഹിപ്പിക്കണമെങ്കിൽ കാൽസ്യം നിർബന്ധമാണ്. കരിമ്പ് ദഹിപ്പിക്കണമെങ്കിൽ കാൽസ്യം വേണമെങ്കിൽ ആ കരിമ്പിനകത്ത് കാൽസ്യം കൂടിയുണ്ട്, അത് ദഹിപ്പിക്കാൻ ആവശ്യമായ കാൽസ്യം കൂടിയുണ്ട്. അത് പഞ്ചസാരയിലില്ല. അതുകൊണ്ടാണ് ഈ പഞ്ചസാര കഴിക്കുന്നവർക്ക് ഈ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും പല്ലിനൊക്കെ കേടുവരുന്നത്. കരിമ്പിലുള്ള കാൽസ്യം പഞ്ചസാരയിൽ ഇല്ലാതാവാൻ കാരണം അത് സംസ്കരിക്കുമ്പോൾ പോകുന്നതാണ്, നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മളതിനകത്ത് മധുരം മാത്രമേ കേട്ടെടുക്കുകയാണ്. കരിമ്പിലുള്ള മധുരം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം ഈ കുട്ടികളൊക്കെ കൂടുതൽ മുട്ടായിയൊക്കെ തിന്നുന്ന കുട്ടികളുടെ പല്ല് കേടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ മുട്ടായിയോടെ പറ്റി പിടിച്ചിട്ടൊന്നുമല്ല, അത് ദഹിപ്പിക്കാൻ ആവശ്യമായ കാൽസ്യം ശരീരത്തിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ പ്രാണൻ അറിയാം എല്ലും നിർത്ത അപകടമാണ്. അപ്പോൾ എടുക്കാൻ വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റുന്ന പല്ലിനാണ്. അതുകൊണ്ട് പല്ലെടുക്കും, പല്ലിന്നെടുക്കും. ഒന്ന് അലോപ്പതി മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ 100% കെമിക്കൽസാണ്. ഈ കെമിക്കൽസ് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവവും ഇല്ല, ഒരു ഓർഗനും ഇല്ല. ഈ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന എല്ലാ പോയിസണും കൈകാര്യം ചെയ്യുന്ന കിഡ്നിയാണ്. അപ്പോൾ ഈ കെമിക്കൽ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അതിനെ പുറത്ത് കളയാതിരിക്കാൻ പറ്റുമോ? കിഡ്നി നെഫ്രോണുകൾ കൊണ്ടാണല്ലോ കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്നത്. കിഡ്നി ഇതിനെ അരിച്ച് നല്ല പുറത്ത് കളയും. പുറത്ത് കളയാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ജീവൻ അപകടമാണ്. ആ അടുത്ത് കളയുന്നതോടുകൂടി ആ നെഫ്രോൺ രണ്ടാമത് വർക്ക് ചെയ്യില്ല. ആ കെമിക്കൽ പുറത്ത് കളയുന്നതോടുകൂടി ആ നെഫ്രോൺ രണ്ടാമത് വർക്ക് ചെയ്യില്ല. അങ്ങനെ നിരന്തരമായി ഗുളിക കഴിക്കുന്നവരുടെ നെഫ്രോണുകൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെന്തുകൊണ്ടാണ് അറിയാമെന്നറിയോ? നമുക്കൊരു 100 വയസ്സ് വരെയൊക്കെ ജീവിക്കണമെങ്കിൽ ഒരു 7 ലക്ഷം നെഫ്രോണുകൾ ഉണ്ടായാൽ മതി എന്നാണ് ഏകദേശം ഒരു കണക്ക് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് എത്രയുണ്ട്? 25 ലക്ഷത്തിലധികം നെഫ്രോണുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. അതുകൊണ്ടാണ് ഈ മരുന്നുകളൊക്കെ കഴിക്കുന്ന ഒരു 10-30 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവർ കിഡ്നി പേഷ്യൻ്റായി മാറുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോഴത്തേക്കാണ് ഇവരുടെ ഏകദേശം ഒരു 80% 90% തീരുന്നത്. അപ്പോൾ പിന്നെ കിഡ്നി പേഷ്യൻ്റായി. ഒരു ലക്ഷണവും കാണിക്കില്ല എന്ന് വെച്ച് പിന്നെ ഓട്ടോമാറ്റിക്കലി കിഡ്നിയെ ചികിത്സിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും പ്രമേഹം ഉള്ളതുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രഷർ ഉള്ളതുകൊണ്ടായിരുന്നു കിഡ്നി പോയതെന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ മരുന്നുകൾ കഴിക്കുന്നത് രോഗത്തിന് പ്രതിവിധി അല്ല? തീർച്ചയായിട്ടും അല്ല. രോഗത്തിന് ആശ്വാസം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. അതിനേക്കാൾ വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ രോഗത്തേക്കാൾ വലിയ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ട് ക്യാൻസർ വരുവാണെങ്കിൽ ആരെങ്കിലും അത് ആഗ്രഹിക്കും? പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ട് കിഡ്നി തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അതിന് ലാഭം പ്രമേഹമാണോ നല്ലത്, മരുന്നാണോ നല്ലത്?